ഇവൻ ഉറങ്ങുകയാണോ എന്നുറപ്പാക്കാൻ ജ്യേഷ്ഠൻ പെൻസിൽ കണ്ണിനു നേരെ വെച്ചു. എന്നിട്ട് ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ടതോടെ ജ്യേഷ്ഠൻ വസ്ത്രം മാറി ശബ്ദമുണ്ടാക്കാതെ പുറത്തുപോയി. തൊട്ടുപിന്നാലെ കണ്ണു തുറന്ന കുട്ടി അവനെ പിന്തുടർന്നെങ്കിലും എപ്പോഴും കാലുകൊക്കി നടക്കാറുള്ള ജ്യേഷ്ഠൻ സാധാരണ പോലെ നടക്കുന്നത് കണ്ട് അവൻ ഞെട്ടി. സത്യമറിയാൻ അകലം പാലിച്ച് ആ ഇരുണ്ട ഇടവഴി വരെ അവൻ പുറകെ ചെന്നു. അവിടെ വെച്ച് ജ്യേഷ്ഠൻ ഒരു ക്രിമിനൽ സംഘത്തിന്റെ തലവനാണെന്നറിഞ്ഞ് അവൻ വീണ്ടും ഞെട്ടി. ഒളിച്ചിരുന്ന് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ആരോ പിന്നിൽ നിന്ന് ആക്രമിച്ചതോടെ അവന്റെ ബോധം മറഞ്ഞു. പിന്നീട് മേശപ്പുറത്ത് തലവെച്ച് ഞെട്ടിയുണർന്ന അവൻ ചുറ്റും നോക്കിയപ്പോൾ ജ്യേഷ്ഠനൊന്നും അറിയാത്ത പോലെ എഴുന്നേൽക്കുന്നത് കണ്ടു. പേടിച്ചോടി ബാത്റൂമിൽ കയറി വാതിലടച്ച അവനെ മരുന്ന് കഴിക്കാൻ മറന്നതുകൊണ്ടുള്ള തോന്നലാണിതെന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ ശാന്തനാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അതൊരു സ്വപ്നമാണെന്ന് അവൻ കരുതിയെങ്കിലും ജ്യേഷ്ഠൻ പുറത്തുപോയതും മേശപ്പുറത്തിരുന്ന ആ ഒടിഞ്ഞ പെൻസിൽ മുന അവന്റെ കണ്ണിൽപ്പെട്ടു. അതോടെ അതൊരു സ്വപ്നമല്ലെന്ന് അവൻ ഉറപ്പായി. ധൈര്യം സംഭരിച്ച് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും ഞെട്ടുകയും സത്യം കണ്ടെത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ അന്ന് വൈകുന്നേരം അമ്മ ഫോണിൽ സംസാരിക്കുന്നത് ഒളിച്ചുകേട്ട അവൻ അവർ ജ്യേഷ്ഠനെ വിളിച്ച് ജാഗ്രതയായിരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടെ അവന്റെ ശരീരം തണുത്തുറഞ്ഞു. രണ്ടുപേരും തന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അവന് പൂർണ്ണമായി മനസ്സിലായി.